ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ ആദ്യം തന്നെ അരിഞ്ഞു പറക്കി വെച്ചു കേട്ടോ. മത്തങ്ങ ഇട്ടൊരു പരിപ്പ് കറി വെക്കാന്ന് വെച്ച് നോക്കിയപ്പോൾ പരിപ്പ് വളരെ കുറവായിരുന്നു. പിന്നെ ഉള്ളത് ഞാൻ കഴുകി വാരി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. അത് അവിടെ ഇരുന്ന് ആകുമ്പോഴത്തേന് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കോവയ്ക്കാ മെഴുക്ക് വരട്ടിക്ക് കുറച്ച് ഉപ്പ് ഇട്ടങ്ങ് വെച്ചു. ഇതെല്ലാം ഒന്ന് പാകമായിട്ട് വരാൻ സമയം എടുക്കുമല്ലോ, വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്ത കുക്കർ എടുത്ത് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാട്ടോ. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഏട്ടന് ഉള്ളി എരിഞ്ഞത് നിർബന്ധമാട്ടോ. അപ്പൊ ഞാൻ ഉള്ളി എരിഞ്ഞ് അതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. കോവയ്ക്ക നന്നായിട്ട് വരണ്ടു വന്നപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അതിന്റെ ഇടയിൽ ചിക്കൻ നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട്. മത്തങ്ങ എലിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കി അതും ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തു. കോവയ്ക്കാ മെഴുക്ക് വരട്ടി ഇതാ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. കഴുകാനുള്ള പാത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ 5 മത്തി കിട്ടി നമുക്കിന്ന് 100 രൂപയ്ക്ക്. ആ 5 എണ്ണവും ഞാനങ്ങ് വറുത്തെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ കറി ആയപ്പോൾ മല്ലിയില അടി തൂകിയിട്ട് ഞാൻ ചിക്കൻ കറി അങ്ങ് സെർവ് ചെയ്ത് മാറ്റി. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.